വെൽക്കം ബാക്ക് ടു ICI ടേസ്റ്റ് ബഡ്സ്. സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇസ് ലവ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 250 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക. അതിലേക്ക് 200 ഗ്രാം ഷുഗർ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കൂടുതലോ കുറവോ വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊരു 6-7 മിനിറ്റ് ഒട്ടും വിടാതെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണേ, എന്നാലാണ് ആ ഫ്ലഫിനെസ് കിട്ടുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 4 മുട്ടയാണ് ചേർക്കേണ്ടത്. അത് ഒറ്റയടിക്ക് ചേർക്കാതെ ഓരോരോ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അപ്പം എല്ലാ മുട്ടയും കൂടെ ചേർക്കാതെ ഓരോരോ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം അപ്പോഴാണ് ആ നമ്മുടെ ബട്ടറിൻ്റെ കൂടെ ഈ എഗ്ഗ് നന്നായി ഫ്ലഫി ആയിട്ട് കമ്പൈനായി വരിക. അതുപോലെ ഇങ്ങനെ കേർഡിലായ പോലെ ഇരിക്കരുത്, നല്ല കണ്ടോ ക്രീമി ആയിട്ട് ഇരിക്കണം. അങ്ങനെ ആവാനാണ് ഞാൻ ഈ പറഞ്ഞ രീതി ബീറ്റ് ചെയ്യാൻ പറയുന്നത്. പിന്നെ നമ്മളിതിലേക്ക് 1.25 കപ്പ് മാവ്, ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ ബേക്കിംഗ് പൗഡർ നമ്മൾ ഇതിൽ 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡ ഇല്ല, ബേക്കിംഗ് പൗഡർ മാത്രം. അപ്പോൾ ഈ 1.25 കപ്പ് മാവ് ഒറ്റയടിക്ക് ചേർക്കരുത്. ഞാനീ കാണിക്കുന്ന രീതിയിൽ ടേബിൾ സ്പൂൺ വീതം 3 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് അടിക്കണം. പിന്നെ പാൽപ്പൊടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ചേർത്തൊരു പ്രത്യേക സ്വാദാണ്. ചേർക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനീ കാണിക്കുന്ന രീതിയിൽ 3 ടേബിൾ സ്പൂൺ വീതം മാവ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ബേക്കിംഗ് പൗഡർ ഇതിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പാല് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുത്ത് കമ്പൈൻ ചെയ്ത് എടുക്കണം. അപ്പോൾ പാലും കമ്പൈൻ ചെയ്യാൻ മറക്കണ്ട. 1/4 കപ്പ് പാല് റൂം ടെമ്പറേച്ചറിലുള്ള. പിന്നെ നമ്മുടെ ബാറ്റർ ഇതുപോലെ നല്ല സ്മൂത്തായിരിക്കും. ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് ഞാൻ ബേക്കിംഗ് പേപ്പർ ഇട്ട് ലൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ 2ആയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയോണ്ട് ഇതിലും പിന്നെ വേറൊരു ചെറിയ പാനിലും കൂടെ ഉണ്ടാക്കി കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് കൊള്ളും, എങ്കിലും എനിക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങനെ 2ആയിട്ടാണ് തയ്യാറാക്കിയത്. അപ്പം ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിലൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾ റിലീസ് ചെയ്തിട്ട് ഓവണിൽ 170°യിൽ പ്രീ ഹീറ്റ് ചെയ്ത് മിഡിൽ റാക്കി വെച്ച് ഒരു 35-40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ പക്കയായി ബേക്കായി വന്നു. ഇത് നന്നായി കൂളായ ശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിക്കുവാണേ. അപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് ബട്ടർ കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പിക്ചറോടുകൂടെ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.